പണ്ട് മുതലേ മലയാളികളുടെ ഇഷ്ട ഭക്ഷണമാണ് പുട്ട്. അതിന്റെ കൂടെ നമ്മൾ തിരുവനന്തപുരംകാരുടെ കയ്യൊപ്പ് വെച്ച ചിക്കൻ പെരട്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു കോമ്പിനേഷനായി പുട്ടും പെരട്ടും. ഹലോ ഗൈസ്, അനന്തുവാണ്. ഞാനെന്നുള്ളത് അടിപൊളി പുട്ടും പെരട്ടും കിട്ടുന്ന ഒരു കുഞ്ഞു സ്പോട്ടിലാണ്. പുട്ടും പെരട്ടും മാത്രമല്ല, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി കടായി ബിരിയാണി കഴിക്കണോ, അതുകൂടെ ഉണ്ട്. 80 രൂപയ്ക്ക് ഇവിടെ നോർമൽ ബിരിയാണിയും കിട്ടും. പുട്ട്, ഇടിയപ്പം, കൊത്തു പൊറോട്ട, ബീഫ്, ഒറട്ടി അങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഇരുന്ന് കഴിക്കാനായിട്ട് ഒരു കുഞ്ഞു സ്പേസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്നത് പാഴ്സൽ തന്നെയാണ്. നല്ല ചൂട് പുട്ടും അതിന്റെ കൂടെ നാടൻ കോഴി പെരട്ടും കൂടെ ആയി കഴിഞ്ഞാൽ സംഗതി ഉഷാറായി. നമ്മൾ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽസിൽ ഒന്നാണ് ഈ പുട്ടും പെരട്ടും എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച എന്റെ മോനെ ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പോട്ടിൽ കഴിക്കാറുള്ളത്. നമ്മൾ പറയത്തില്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്, അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടി. പിന്നെ അടിപൊളി നല്ല ചിക്കൻ ലിവറും, പിന്നെ എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഈ ഒരു ബീഫാണ് കേട്ടോ. നല്ല വെൽ കുക്ക്ഡ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ്, അതും ഈ പുട്ടും കൂടെ ഒന്ന് കഴിച്ചു നോക്കി, അതും അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ബിരിയാണി പോയിട്ട് ബാക്കി എല്ലാ ഫുഡിനും ഇവിടെ നോർമൽ റേറ്റിലാണ് ചാർജ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ ഇവിടുന്ന് പാഴ്സൽ വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഇനി ഒരു നല്ല ചിക്കൻ തോരൻ കഴിക്കണോ, അതും ഇവിടെയുണ്ട്. ഞാനിതെല്ലാം പുട്ടിന്റെ കൂടെയാണ് ട്രൈ ചെയ്തത്. പുട്ടിന്റെ കൂടെ ഇതെല്ലാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും തന്നെയാണ്. പിന്നെ ഞാൻ വന്നപ്പോൾ മുതൽ നോട്ടയിട്ട് വെച്ചിരുന്ന ആ എണ്ണയിൽ കിടന്ന് വെന്ത ചിക്കൻ ഫ്രൈയും ഒരു ബൊറോട്ടയും കൂടെ കഴിച്ചു ഫൈനലി. അപ്പോൾ ഈ സ്പോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളോട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷവും അവർക്കും സന്തോഷവും. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കാട്ടാക്കട തൂങ്ങാമ്പാറ ജംഗ്ഷനിലാണ്. പുട്ടും പെരട്ടും